ത്രിയേക ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഒരു യാത്രയിലാണല്ലോ. ഈ യാത്രയിൽ പെസഹായുടെ മേശയിലേക്കും ക്രൂശിൻ്റെ ചുവട്ടിലേക്കും പിന്നെ ആ ഒഴിഞ്ഞ കല്ലറയിലേക്കുമാണല്ലോ നമ്മുടെ യാത്ര. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചുമുള്ള ഈ യാത്രയിൽ, ഈ നോമ്പിൽ നാം ഇന്ന് ചിന്തിക്കുന്ന വേദവായന ഭാഗം ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. 2 ശാബത അനുഭവങ്ങളാണ് ഈ വേദവായന ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു ശാബത്തിൽ വിളഭൂമിയിലൂടെ കടന്നു പോകുന്ന ക്രിസ്തുവും ശിഷ്യന്മാർ വിശന്നപ്പോൾ കതിര് പറിച്ച് അവർ തിരുമ്മി തിന്നുന്നത് ഒരു ഭാഗമാണ്. രണ്ടാമതായിട്ട് ശാബത്തിൽ കർത്താവ് വരണ്ട കൈയുള്ളൊരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന അനുഭവമാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ആദ്യമേ പറഞ്ഞ ഭാഗത്തിൻ്റെ പഴയ നിയമപ്പൊരുൾ വ്യക്തമാക്കിയിരിക്കുന്നു. അനർഹമായത് ചെയ്ത് കയ്യടി വാങ്ങുന്നതിലല്ല, അർഹമായത് കാംക്ഷിച്ചും നിലപാടുകളിൽ വ്യക്തതയും പ്രാർത്ഥനയോടെ ദൈവോചിതമായി തീരുമാനമെടുക്കുന്നതിൽ വ്യക്തതയും നാം കാംക്ഷിക്കണം. മനുഷ്യരെ പ്രീതിപ്പെടുന്നതിൻ്റെ ഉപരിയായിട്ട് ദൈവപ്രീതിക്കും മനസാക്ഷിക്ക് മുരടിക്കാത്ത തീരുമാനങ്ങൾ യഥാവിധം കൈക്കൊള്ളുവാനും നാം കാംക്ഷിക്കണം. ചഞ്ചല മാനസരായിട്ടല്ല, സ്ഥിരമാനസായിരിക്കുവാനാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ സകല കാമനകളോടും കൂടി തളർത്തു പൂക്കുമ്പോഴും ആത്മനിന്ദ ലവലേശമില്ലാതെ അവനെ പിൻപറ്റുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. ഈ ശാബദാനുഭവത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ശാബത്തിനെ കുറിച്ചാണ് ക്രിസ്തു പറയുന്നത്. The Sabbath day rest was not just a day to stop working, it was a day to stop working for ourselves. അതാണ് ഒന്നാമതായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശാബത്ത് അനുഭവം. രണ്ടാമതായിട്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ കുറിച്ചുള്ള കർത്താവിൻ്റെ കൺസേൺ ആണ്. And here he is highlighting that human need and mercy supersede ritualistic laws എന്നുള്ളതാണ്. ഈ ഭാഗത്ത് തന്നെയാണ്, ഈ അധ്യായത്തിൽ തന്നെയാണ് 6-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ കർത്താവ് പ്രത്യേകിച്ചും ഗോൾഡൻ റൂളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ അധ്യായം തന്നെ സെർമൺ ഓൺ ദ പ്ലെയിൻ എന്ന ഭാഗത്തു കൂടി പറയുന്നുണ്ട്. 17 മുതൽ 49 വരെയുള്ള 33 വാക്യങ്ങളെ പ്രധാനമായിട്ടും സെർമൺ ഓൺ ദ പ്ലെയിൻ എന്നുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. മാനുഷികമായ നേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ എപ്പോഴും കമ്പയർ, ക്രിട്ടിസൈസ് ആൻഡ് കംപ്ലെയിൻ, ഈ 3 കാര്യങ്ങളാണ് ചുറ്റും നിൽക്കുന്ന ജനങ്ങൾ എപ്പോഴും ക്രിസ്തുവിനോട് കൂടെ നടക്കുന്നവരെയും ക്രിസ്തുവിനെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദേ ആർ ഓൾവേസ് കംപ്ലെയിനിങ്, ദേ ആർ ഓൾവേസ് കമ്പയറിങ്, ദേ ആർ ഓൾവേസ് ക്രിട്ടിസൈസിങ്. ഇത് ഈ ആൾക്കൂട്ട വിചാരണയുടെ ഒരു ഭാഗം കൂടിയാണ്. അതിൽ നിന്നുപരിയായി ക്രിസ്തു ഈ ഭാഗത്തു നിന്നുകൊണ്ട് പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും അവരോടുള്ള കമ്പാഷനെ കുറിച്ചുള്ള ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത്. ടു കെയർ ആൻഡ് ടു ഹാവ് കമ്പാഷൻ ആൻഡ് ടു ഹാവ് എ കൊളാബറേറ്റീവ് എഫേർട്ട് ടു സീ ദ നീഡ് ഓഫ് ദ ഹ്യൂമൻ നീഡ്സ് എന്നുള്ള ഭാഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിർത്തട്ടെ, ഈ ഭാഗത്ത് നിന്നുകൊണ്ട് പറയുവാനായിട്ട് ആഗ്രഹിച്ചത് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ കർത്താവ് കുറച്ചുകൂടി ക്രിയാത്മകമായിട്ട് കാണുകയാണ്. ശാബത്തെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പ്രവർത്തിക്കുവാനും കൂടിയുള്ള ദിവസമാണ്. മൂന്നാമതായിട്ട് ഓർപ്പിച്ചത് മാനുഷികമായ നേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ ടു കംപ്ലെയിൻ, ടു ക്രിട്ടിസൈസ്, ടു കമ്പയർ, ആ ഭാവത്തിൽ നിന്ന് മാറിക്കൊണ്ട് ടു കെയർ, ടു ഹാവ് കമ്പാഷൻ ആൻഡ് ടു ഹാവ് എ കൊളാബറേറ്റീവ് എഫേർട്ട് ടു സീ ദ ഹ്യൂമൻ നീഡ്സ് ഇൻ ഇറ്റ്സ് പ്യൂറസ്റ്റ് ഫോം. അതാണ് പ്രത്യേകമായിട്ടും ഇവിടെ ഓർപ്പിക്കുവാനായിട്ടുള്ളത്. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.